ഹായ് EE301 പവർ ജനറേഷൻ ട്രാൻസ്മിഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ ലെക്ചർ സീരീസിലത്തെ സെക്കൻഡ് പാർട്ടാണിത്. ഓക്കെ, അതായത് ഇൻഡക്ടൻസ് ഓഫ് എ 3-phase ഓവർഹെഡ് ലൈൻ. നെക്സ്റ്റ് ആണ് ഇൻഡക്ടൻസ് ഓഫ് എ 3-phase ഓവർഹെഡ് ലൈൻ. ഓക്കെ, ഇത് VK MEHTA ടെക്സ്റ്റ് തന്നെയാണ്. റെഫറൻസ് പ്രിൻസിപ്പിൾസ് ഓഫ് പവർ സിസ്റ്റം VK MEHTA, പേജ് നമ്പർ ഫ്രം 29 to 212. ചിലപ്പോൾ റിവൈസ്ഡ് എഡിഷനിലാണിത്. ചെറിയ പേജ് നമ്പർ അങ്ങോട്ട് വ്യത്യാസമാണ്, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഇതാണ് ഈ ഒരു 3 ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു ഫിഗറിൽ 3 കണ്ടക്ടർ വെച്ചിട്ട് 3-phase കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും എന്താ വെച്ചാൽ ഇത് സ്പേസ് ചെയ്തിരിക്കുന്നത് എയും ബിയും തമ്മിലുള്ള സ്പേസ് ഡിസ്റ്റൻസ് D3 ആണ് കൊടുത്തിട്ടുള്ളത്. ബിയും സിയും തമ്മിൽ D1ഉം സിയും എയും തമ്മിൽ എന്താണ് D2. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഫിഗർ ഷോസ് 3 conductors. That is A, B and C of a 3-phase line. Okay, of a 3-phase line, it carries the current IA, IB and IC. Okay, then we can say that D1, D2 and D3 are the spacing. അപ്പോൾ സ്പേസിങ് നടത്തിയിട്ടുള്ള എന്തൊക്കെയാണ്? D1, D2 and D3. അപ്പോൾ സ്പേസിങ് നോക്കി വെക്കുക. എയും ബിയും തമ്മിലുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ D3 ആണ്. ഓക്കെ, സ്പേസ് എയും ബിയും തമ്മിലുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ D3 ആണ്. ബിയും സിയും തമ്മിലുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ D1 ആണ്. സിയും എയും തമ്മിലുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ D2 ആണ്. അപ്പോൾ ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത എന്താ വെച്ചാൽ ഒരു ബാലൻസ്ഡ് സർക്യൂട്ട്. ഇഫ് ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ വാട്ട് വിൽ ബി ദ കറണ്ട്? ഇഫ് ഇറ്റ് ഈസ് ബാലൻസ്ഡ്, then IA plus IB plus IC is equal to 0. Now we need to consider the flux linkages with conductor A. Flux linkages with conductor A കൺസിഡർ ഒന്ന്, ഈ കണ്ടക്ടറിൽ ഇതിൻ്റെ കറണ്ട് IA കാരണം കൊണ്ട് ഒരു ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും. അടുത്ത സൈഡിലുള്ള ബിയിലുള്ള IB കാരണം കൊണ്ട് ഒരു ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും. സി കണ്ടക്ടറിൽ കൂടെ പോണ IC കാരണം കൊണ്ട് ഒരു ഫ്ലക്സ് ലിങ്കേജ് ആവും. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജസ് ഇൻ കണ്ടക്ടർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ ഡ്യൂ ടു ഇറ്റ്സ് ഓൺ കറണ്ട്, ഓൾസോ പ്ലസ് ഡ്യൂ ടു കറണ്ട് ഇൻ IB ആൻഡ് പ്ലസ് ഡ്യൂ ടു കറണ്ട് ഇൻ IC. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. സോ ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് conductor A due to its own current IA. ഇതാണ് ഒന്ന് കാണാനുള്ളത്. പിന്നെന്താണുള്ളത്? ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ A due to current IB. Similarly, when എന്താണ്? Flux linkages with conductor A due to current IC. അപ്പോൾ ഈ 3 ഫ്ലക്സ് ലിങ്കേജും കാണണം. So this will be equal to mu0 IA by 2pi. ഇത് നമ്മൾ ആ ഫ്ലക്സ് ലിങ്കേജ് നമ്മൾ ചെയ്ത് വെച്ചില്ലേ, അത് തന്നെയാണ് ഇവിടെ എഴുതുന്നത്. ഇൻറ്റു 1/4 പ്ലസ് ഇൻ്റഗ്രൽ ഫ്രം R to infinity dx by x. Here flux linkages with the conductor A due to current IB. Due to current IB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടർ എയുടെയും ബിയുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് D3 ആണ്. നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. അപ്പോൾ അതെങ്ങനെ എഴുതും? mu0 IB by 2pi ഇൻ്റഗ്രൽ ഫ്രം എന്താണ് വരിക? D3
to infinity dx by x. This will be the equation 1. This will be the equation one second. This will be the equation 2. Next, flux linkages with conductor A due to current IC. അപ്പോൾ അവിടെ എന്തായിരുന്നു D2 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡിസ്റ്റൻസ് അപ്പോൾ μ0 IC by 2 pi integral from D2 to infinity dx by x. This is 3. Therefore, total flux linkage എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും with conductor എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Therefore, total flux linkage with conductor A is psi A is equal to 1 plus 2 plus 3. So, നമ്മൾ ആ നേരത്തെ എഴുതിയതൊക്കെ എഴുതുമ്പോൾ എന്തൊക്കെയാണ് μ0 IA by 2 pi. ഇത് ഫസ്റ്റ് ഇക്വേഷനാണ് എഴുതാൻ നമ്മൾ. നിങ്ങളിപ്പോൾ നേരത്തെ നിങ്ങൾക്ക് എഴുതണം. ഇനി നമ്മൾ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മനസ്സിലായി 1/4 പ്ലസ് ഇൻ്റഗ്രൽ ഫ്രം R to infinity dx by x plus μ0 IB by 2 pi from integral from d3 to infinity dx by x plus μ0 IC by 2 pi from integral from d2 to infinity dx by x. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഇക്വേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോകണം. അതെങ്ങനെ വരും? It will be like this. μ0 into 1/4 plus integral from R to infinity dx by x into IA plus μ0 by 2 pi ഉണ്ട് കേട്ടോ. ഇവിടുത്തെ μ0 by 2 pi അങ്ങോട്ട് എടുത്തു. അപ്പോൾ IB into integral d3 to infinity dx by x plus IC integral from d2 to infinity dx by x bracket close. ഓക്കെ, ഇനി എന്താണ്? ഈ ഇൻ്റഗ്രേഷനെ നമ്മൾ മാറ്റിയിട്ട് അവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ മുന്നേ ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ട് പോകുന്നുണ്ട്. μ0 by 2 pi from 1/4 ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ എന്തായി? log infinity to the base e minus log r to the base e into IA plus IB into log infinity to the base e minus log d3 to the base e plus IC into log infinity to the base e minus log d2 to the base e. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെ IA കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. IA അല്ല, ഇത് എക്സ്പെൻഡ് ചെയ്യാൻ പോവാണ്. എക്സ്പെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ദിസ് ഈസ് ഈക്വൽ ടു μ0 by 2 pi into IA കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ IA by 4 plus IA log infinity to the base e minus IA log r to the base e plus IB log infinity to the base e minus IB log d3 to the base e plus IC log infinity to the base e
minus IC log d2 to the base E. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോക്കണം. അവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇനി ഒന്നുകൂടി നമ്മൾ ഇത് ചെയ്യുമ്പോൾ μ0/2π ഇൻറ്റു ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഐയുടെ മാത്രമുള്ളതിനെ ഇങ്ങോട്ട് ഇതാക്കി എടുത്തു. ഓക്കെ, അപ്പോൾ ഐ എ മാത്രമുള്ള സാധനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഐ എ ലോഗ് ഇൻഫിനിറ്റി ഒഴികെയുള്ളത് കേട്ടോ. കാരണം ഈ ഐ എ പ്ലസ് ഐ ബി പ്ലസ് ഐ സി എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് നമ്മൾ പോകാനാണ് നോക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് 1/4 മൈനസ് log r to the base e ഇൻറ്റു ഐ എ. ഏതൊക്കെ എടുത്തത്? ഈ കാണുന്ന IA/4 എടുത്തു, ഈ ഇത് കൊടുത്തു. ഇനി ഐ ബിയുടെ വേറെ എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ലോഗ് ഇൻഫിനിറ്റി ടു ദ ബേസ് ഇ ഉണ്ടല്ലോ, അതിൽ ഐ എ ഉണ്ട്, ഐ സി ഉണ്ട്, പിന്നെന്താണ് ഐ ബി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പോൾ ഐ എ പ്ലസ് ഐ ബി പ്ലസ് ഐ സി എന്ന് പറഞ്ഞിട്ടൊരു കാര്യം അറിയാം നമുക്ക് 0 ആണ്. അപ്പോൾ ആ ടേം പോവും. അതിനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മൈനസ് ഐ ബി ലോഗ് d3 to the base e minus IC log d2 to the base e plus log infinity to the base e into IA plus IB plus IC. So since IA plus IB plus IC equal to 0, psi A becomes, psi A is equal to μ0/2π into 1/4 minus log r to the base E into IA minus IB log d3 to base E minus IC log d2 to the base E. So this term എന്തായി? 0 ആയി. ഓക്കെ, ഇനി ഫർദറായിട്ട് ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഇപ്പോൾ നമുക്ക് psi A ഉള്ളത്. ഇനി നമുക്ക് എന്താണ് ഇൻഡക്റ്റൻസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻഡക്റ്റൻസ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് 2 ടൈപ്പ് സ്പേസിങ് വരും. സിമെട്രിക്കൽ സ്പേസിങ് വരും, അസിമെട്രിക്കൽ സ്പേസിങ് വരും, അൺസിമെട്രിക്കൽ സ്പേസിങ്. അപ്പോൾ അതിൽ ഫസ്റ്റ് സിമെട്രിക്കൽ സ്പേസിങ് വെച്ചിട്ട് നമ്മൾ psi A ഫൈനലൈസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മളുടെ psi A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ലിങ്കേജ് ആണ്. ഈ psi A പറഞ്ഞ സാധനം എന്താണ്? ഫ്ലക്സ് ലിങ്കേജ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഇൻഡക്റ്റൻസ് ആണ് വേണ്ടത്. ഇൻഡക്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? സിമെട്രിക്കൽ സ്പേസിങ് വെച്ചിട്ടുള്ള ഈ ഇക്വേഷൻ സിമെട്രിക്കൽ സ്പേസിങ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടി കോമ്പാക്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ സിമെട്രിക്കൽ സ്പേസിങ്. അപ്പോൾ സിമെട്രിക്കൽ സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇഫ് ത്രീ കണ്ടക്ടേഴ്സ് A, B and C, if 3 conductors A, B and C are placed symmetrically at the corners of an equilateral triangle, we can say that അവിടെ D1, D2, D3 എന്നുള്ള അതുണ്ടല്ലോ, അതിനെ നമുക്ക് എന്തായിട്ട് ഈക്വൽ ആയിട്ട് എടുക്കുമ്പോൾ എന്താണ്? ഇക്വി ഡിസ്റ്റൻസ് ആകുമ്പോൾ D എന്നുള്ള സ്പേസിങ്ങിൽ മാറും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച psi A എന്നുള്ളതിൽ D3, D2 ഒക്കെ ഉണ്ട്. അതൊക്കെ പോയിട്ട് എന്തായും? അവിടെ D ആവും. അപ്പോൾ ഒന്നും കൂടി കോമ്പാക്റ്റ് ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ under this condition, flux linkage with the conductor A becomes, what will be that one? psi A is equal to μ0/2π into 1/4 minus log r to the base E into IA. അത്ര ഓക്കെ. ഇവിടെ IB log to the base D3/E ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? സ്പേസിങ് നമുക്കറിയാം D ആണ്. അപ്പോൾ D എഴുതി. ഇവിടെ എന്താണ്? D2 വരുന്നിടത്ത് എന്ത് ചെയ്തു? D എഴുതി. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്? ഈ log E to the base D നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് എഴുതാൻ പോലെ. ഞാനിപ്പോൾ ഇത് മിക്കവാറും എഴുതുന്നത് അധികം കാണിക്കാതിരിക്കാൻ നോക്കുക. എന്താ വെച്ചാൽ വീഡിയോൻ്റെ ലെങ്ത് ഒന്ന് ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമുക്കിവിടെ എന്തായി? 1/4 മൈനസ് log r to the base E into IA minus this quantity IB
മൈനസ് ഐ സി. അപ്പോൾ മൈനസ് ഓഫ് ഐ ബി പ്ലസ് ഐ സി ഇൻറ്റു ലോഗ് ഇ റേസ് ടു ഡി എന്ന് എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഒരു കാര്യം അറിയാം, ഐ എ പ്ലസ് ഐ ബി പ്ലസ് ഐ സി ഈക്വൽ ടു 0 അറിയാം. അപ്പോൾ ഐ ബി പ്ലസ് ഐ സിനെ നമുക്ക് എന്ത് എഴുതാം? മൈനസ് ഐ എഴുതാം. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് ആകുമ്പോൾ പ്ലസ് ഐ ആയിട്ട് പോകും അല്ലേ? അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? mu 0 by 2 pi into 1/4 minus log r to the base e into ia plus ia into log d to the base e എന്ന് എഴുതാം. ഇതെന്താ കാരണം? സിൻസ് ia plus ib plus ic equal to 0, I minus IA is equal to IB plus IC വന്നു. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ, ഈ ക്വാണ്ടിറ്റി ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ പ്ലസ് ഐ ആയി. ഓക്കെ, ഇനി ഫർദറായിട്ട് ഒരു ഇതും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അതായത് mu 0 by 2 pi ഇൻറ്റു എന്താണ്, ഐ എനെ നമ്മൾ ഇങ്ങോട്ട് ഇതാക്കി. അപ്പോൾ എന്ത് വന്നു? 1/4 മൈനസ് ലോഗ് ഇ ബൈ ആർ ഉണ്ട്, ലോഗ് ഇ ബൈ ഡി, ലോഗ് ആർ ടു ദ ബേസ് ഇ ഉണ്ട്, ലോഗ് ഡി ടു ദ ബേസ് ഇ ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ലോഗ് ഡി ബൈ ആർ ടു ദ ബേസ് ഇ വെബർ ടേൺസ്, 1 second, വെബർ ടേൺസ് പെർ മീറ്റർ. ഓക്കെ, ഇതാണ് psi a for a symmetrical spacing. ഇപ്പോൾ psi a for symmetrical spacing ആയിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? we need to find out inductance of conductor A കണ്ടുപിടിക്കാം. സോ ഇൻഡക്റ്റൻസ് ഓഫ് കണ്ടക്ടർ എ എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? psi a by ഐ എ ആണ്. അപ്പോൾ നമ്മളുടെ ഈ ഇക്വേഷനിലേക്ക് ഇതിടുമ്പോൾ ഐ എ വെട്ടിപ്പോവും. സോ എൽ എ will be equal to എന്താണ്? mu 0 by 2 pi into 1/4 plus log d by r to the base e. ഇനി ആ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്? എൽ എ ഈസ് ഈക്വൽ ടു mu 0ന് പകരം എന്ത് ചെയ്യുക? 2 pi into 10⁻⁻7 divided by 2 pi അല്ല കേട്ടോ, 4 pi. 1 second, it is 4 pi into 10⁻⁻7 divided by 2 pi into 1/4 plus log d by r to the base e. Okay, so it is equal to 2 pi ഇതും ക്യാൻസൽ ആയി. ഇവിടെ 2 വന്നു, 2നെ നേരെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 1/2 വന്നു. 1/2 ആകുമ്പോൾ ഇറ്റ് വിൽ ബി 0.5. ദെൻ ഇവിടെ എന്താണ്? പ്ലസ് 2 log d by r ഇൻറ്റു ഇ ഇൻറ്റു 10⁻⁻7 h per meter. This is the inductance for a symmetrical spacing. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഡിറൈവ് ഫോർ ഏതൊക്കെ? എൽ ബിക്കും സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം? എൽ ബിക്കും എൽ സിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറൈവ് ചെയ്യാൻ പറ്റും. നൗ ഇനി സെക്കൻഡ് വൺ, അൺസിമെട്രിക്കൽ സ്പേസിങ്. ഓക്കെ, അൺസിമെട്രിക്കൽ സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എ 3-phase ലൈൻ കണ്ടക്ടേഴ്സ് വിച്ച് ആർ നോട്ട് ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം ഈച്ച് അതർ ദ കണ്ടക്ടർ സ്പേസിംഗ് ഈസ് സെഡ് ടു ബി അൺസിമെട്രിക്കൽ. ഓക്കെ, അപ്പോൾ ഇക്വിഡിസ്റ്റൻ്റ് അല്ലെങ്കിൽ നമുക്കതിന് പറയാം എന്താണ്? അൺസിമെട്രിക്കൽ സ്പേസിംഗ് എന്ന് പറയാം. അണ്ടർ സച്ച് കണ്ടീഷൻ ദ ഫ്ലക്സ് ലിങ്കേജസ് ആൻഡ് ഇൻഡക്റ്റൻസ് ഓഫ് ഈച്ച് ഫേസ് ആർ നോട്ട് സെയിം. സോ ദർ വിൽ ബി unequal voltage drops even if the current is balanced. കറണ്ട് ബാലൻസ്ഡ് കറണ്ട് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് ബാലൻസ്ഡ് ആണ്, ഇഫ് ദ കറണ്ട് ഇൻ ദ കണ്ടക്ടേഴ്സ് ആർ ബാലൻസ്ഡ് ആണെങ്കിൽ പോലും അൺഈക്വൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഓക്കെ, therefore voltage at receiving end will not be same for all the phases. In order to get equal voltage drop in all conductors, we need to interchange the position of the conductors at regular
intervals. Okay, interchange position of conductor at regular intervals along the line so that each conductor occupies original position over an equal distance. ഓക്കെ, അതിനാണ് നമ്മൾ പറയുക എന്ത്, ട്രാൻസ്പൊസിഷൻ. അപ്പോൾ ശരിക്കും എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് കണ്ടോ, ഇങ്ങനൊരു കണ്ടക്ടർ, ഇതാ എ എന്നുള്ള കണ്ടക്ടർ ഉണ്ടോ, എ എന്നുള്ള കണ്ടക്ടർ ഇവിടെ എത്തിയപ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്തു. അതായത് 1, 2, 3 എന്നുള്ള 3 പൊസിഷൻ എടുത്തു. എ എന്നുള്ള കണ്ടക്ടർ ഒരു സർട്ടൻ ഡിസ്റ്റൻസ് എത്തിയപ്പോൾ ഇങ്ങോട്ട് മാറി, പിന്നെ സർട്ടൻ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാറി, അങ്ങനെ പൊസിഷൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനാണ് നമ്മൾ പറയുന്നത് ട്രാൻസ്പൊസിഷൻ. Okay, so the effect of transposition is that each conductor has the same average inductance. Now, this figure shows the unsymmetrical spacing. Let us assume that each of the 3 sections is 1 meter in length. Therefore, for a balanced condition, we can assume that if it is a balanced condition, or we are assuming that it has a balanced condition, then IA plus IB plus IC is equal to 0. ഇനി നെക്സ്റ്റ് ഇവിടെ 3 കറണ്ട് ഉണ്ട്. അപ്പോൾ 3 കറണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ 3 ഫേസിലായിട്ട് നമ്മൾ എടുക്കുമ്പോൾ 120 ഡിഗ്രി ഈക്വലൻ്റ് ആയിട്ട് എടുക്കും. സോ ലെറ്റ് ദ ലൈൻ കറൻസ് ബി, IA വരാം, IB വരാം, IC വരാം. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻസും. ഓക്കെ, സോ I ഇൻറ്റു 1 പ്ലസ് J0 നമ്മൾ IAനെ റെഫറൻസ് ആക്സിസ് ആക്കിയിട്ട് എടുത്തു. അപ്പോൾ IB ആകുമ്പോൾ എങ്ങനെ വരും, IB ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് I ഇൻറ്റു കോസ് 120 പ്ലസ് J സൈൻ 120. അതിനെ നമുക്ക് കിട്ടുമ്പോൾ എന്ത് വരും, -0.5 മൈനസ് J.866 കിട്ടും. IC വരുമ്പോൾ എന്ത് ചെയ്യും, I ഇൻറ്റു 120 ഡിഗ്രി കഴിഞ്ഞാൽ അടുത്ത എന്താണ്, 240 ഡിഗ്രി. ദാറ്റ്ഫോർ ഇറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് I ഇൻറ്റു എന്താണ്, കോസ് 240, ദാറ്റ് ഈസ് -0.5 പ്ലസ് J.866 വരും. ഓക്കെ, ഇതാണ് 3 കറണ്ട്. IA, IB, IC എന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, നമ്മൾ സിമെട്രിക്കൽ കേസും അൺസിമെട്രിക്കൽ കേസും പറയുന്നതിൻ്റെ മുന്നേ നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. ആ എക്സ്പ്രഷനാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. IA ഈസ് ഈക്വൽ ടു μ0/2π ഇൻറ്റു 1/4, ഈ ഒരു വാല്യൂ. ഇതിലോട്ട് ഈ IAയിലോട്ട് ഈ IAയുടെ ക്വാണ്ടിറ്റി, IBയിലോട്ട് IBയുടെ ക്വാണ്ടിറ്റി, ICയിലോട്ട് ICയുടെ ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ μ0/2π ഇൻറ്റു 1/4 I മൈനസ് ലോഗ് R ടു ദ ബേസ് E ഇൻറ്റു I. IA എന്ന് പറഞ്ഞാൽ I ഇൻറ്റു J പ്ലസ് 0 ആണ്. അപ്പോൾ I എത്ര വരുള്ളൂ. പിന്നെന്താണ്, ഇവിടെ IBക്ക് അറിയാം എന്താ വന്നത്, മൈനസ് ഓൾറെഡി ഉണ്ട്. IBക്ക് വരെ എന്താണ്, I ഇൻറ്റു -0.5 മൈനസ് J.866. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. മറ്റേതാണെങ്കിൽ എന്താണ്, I ഇൻറ്റു -0.5 പ്ലസ് J.86. അപ്പോൾ ഇതും എന്ത് ചെയ്തു, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇത് എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, 1/4 ഇൻറ്റു I, അതാണ് ഈ കാണുന്നത്. 1/4 ഇൻറ്റു I മൈനസ് I ലോഗ് R ടു ദ ബേസ് E. പിന്നെ ഇവിടെ നിന്ന് വരും പ്ലസ് I വരും അല്ലേ, പ്ലസ് 0.5 I ലോഗ് D3 ടു ദ ബേസ് E പ്ലസ് ഇവിടെ മൈനസ് ആകുമ്പോൾ പ്ലസ് J.866 I ലോഗ് D3 ടു ദ ബേസ് E. അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ അതേപോലെ ഇതുണ്ട് എഴുതും. ഇത്രയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ J ക്വാണ്ടിറ്റിന് ഒപ്പം അതുപോലെ ഈ ലോഗ് D3 ഇതുണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യും, ഒരു കോമൺ ആക്കി എടുക്കാൻ പോകുന്നത്. കാരണം ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഞാൻ അങ്ങോട്ട് പോകുന്നത്. therefore it will be μ0/2π ഇൻറ്റു 1/4 I മൈനസ് ലോഗ് R ടു ദ ബേസ് E. ഇതുവരെ ഓക്കെയാണ്. ഇനി എന്താണ്, 0.5 I, ഇവിടെ 2.5 I ഉണ്ട്. അപ്പോൾ അതിന് രണ്ടിനും കൂടി എന്ത് ചെയ്തു, ലോഗ് D3 ടു ദ ബേസ് E പ്ലസ് ലോഗ് D2 ടു ദ ബേസ് E എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അതേപോലെ എന്ത് ചെയ്തു, ഈ ക്വാണ്ടിറ്റിനും ഈ ക്വാണ്ടിറ്റിനും ഇവിടെ എഴുതി. ഓക്കെ, ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നൗ വി നോ ദാറ്റ് 0.5 ഈ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കണം. ഏത്, ദിസ് ക്വാണ്ടിറ്റി നമ്മൾ എടുക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, 0.5 I ലോഗ് ഇൻറ്റു D2 D3 ടു ദ ബേസ് E എന്ന് എഴുതി. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ.
ഓക്കെ. ഇനി ഇവിടെ ഈ 0.5 നമ്മൾ കണ്ടെടുക്കുമ്പോൾ എന്തായി, റേസ് ടു 0.5 ആയി. റേസ് ടു 0.5 എന്ന് പറഞ്ഞാൽ റൂട്ടാണ് വരിക. അപ്പോൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യും. അതേപോലെ ലോഗ് ടു ദ ബേസ് ലോഗ് d3 ടു ദ ബേസ് ഇ മൈനസ് ലോഗ് d2 ടു ദ ബേസ് ഇ എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും, ലോഗ് d3 ബൈ d2 ടു ദ ബേസ് ഇ എന്നുള്ളത് എഴുതും. അതാണ് ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളിവിടെ ഈ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഈ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ ഈ ഇക്വേഷനിലോട്ട് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 1/4i μ0/2π ഇൻറ്റു 1/4i മൈനസ് ഐ ലോഗ് ആർ ടു ദ ബേസ് ഇ. ഈ ഒരു ക്വാണ്ടിറ്റിന് നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റി എഴുതി, ഐ ലോഗ് റൂട്ട് ഓഫ് d2 d3 ടു ദ ബേസ് ഇ പ്ലസ് ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, d3/d2 എന്ന് എഴുതി. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന ഈ രണ്ട് ക്വാണ്ടിറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കാരണം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് നമ്മൾ എന്താണ് ഒരുമിച്ചാക്കുകയാണ്. അപ്പോൾ എന്താണ് 1/5 μ0/2π ഇൻറ്റു 1/4i പ്ലസ് ഐ ലോഗ് റൂട്ട് ഓഫ് d2 d3 ബൈ ആർ ടു ദ ബേസ് ഇ പ്ലസ് ഈ ക്വാണ്ടിറ്റി j.86 ഐ ലോഗ് d3/2 ടു ദ ബേസ് ഇ. ഓക്കെ. ഇനി ഇവിടുന്ന് ഐ കോമൺ ആയിട്ട് പുറത്തേക്ക് കൊടുക്കുന്നു. therefore psi a is equal to μ0/2π ഇൻറ്റു 1/4 പ്ലസ് ലോഗ് റൂട്ട് ഓഫ് d2 d3 ബൈ ആർ ടു ദ ബേസ് ഇ പ്ലസ് j.8. ഈ ഒരു ക്വാണ്ടിറ്റി ഇതാണ് നമ്മളുടെ എന്ത്, psi a ഉള്ളത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, വി നീഡ് ടു ഫൈൻഡ് ഔട്ട് എന്താണ്, therefore we need to find out inductance, right? Therefore inductance of conductor A is എന്താണ്, LA is equal to psi A by IA, or it can be written as psi A by I, right? So here LA will be equal to μ0/2π into 1/4 plus log root of d2 d3 by r to the base e plus 0.866 j log d3 by d2 to the base e. ഇനി μ0ക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, 4π ഇൻറ്റു 10⁻⁻7 അപ്ലൈ ചെയ്യണം. ഇതൊക്കെ നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ കേട്ടോ, അതായത് സിമെട്രിക്കലിലൊക്കെ ചെയ്തില്ലേ അതേപോലെ തന്നെ. 4π ഇൻറ്റു 10⁻⁻7 ഡിവൈഡഡ് ബൈ 2π എന്താണ് 1/4 പ്ലസ് ലോഗ് root of d2 d3 to the by r to the base e plus 0.866 log d3 by d2 to the base e. So എന്താണ് 4π 2π വെട്ടുമ്പോൾ ഇവിടെ എന്താണ് 2 വന്നു, 2 ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ഇവിടെ 1/2 വരും, ഇവിടെ 2 വരും, ഇവിടെ എന്ത് വരും 0.866 into 2 വരും. So it will be like this, 1/2 plus 2 log root of d2 d3 by r to the base e plus j, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 1.732 j log d3 by d2 to the base e. This is LA. Similarly, inductance of conductor B and C also we can find. അതെന്താണെന്നുള്ളത് എഴുതാം. Similarly എന്താണ്, ഇവിടെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, ഇൻറ്റു 10⁻⁻7 വരുന്നുണ്ട്. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, എൽ ബി എൽ സിക്കുള്ള ഇത് ഇടാം. അപ്പോൾ സിമിലർലി എൽ ബി ഈസ് ഈക്വൽ ടു
അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസുകളാണ് നോക്കേണ്ടത്. എൽ ബി വിത്തിട്ടുള്ള ഡിസ്റ്റൻസുകളാണ് നോക്കേണ്ടത്. സോ ഇറ്റ് വിൽ ബി 1/2 പ്ലസ് 2 log d3 d1 by r to the base e plus 1.732 j log d1 by d3 to the base e into 10 raised to minus 7. Similarly, LC equal to 1/2 plus 2 log d1 d2 by r to the base e plus 1.732 j log d2 by d1 to the base e into 10 raised to minus 7. നിങ്ങൾ ആ ജസ്റ്റ് ഫിഗർ ഒന്ന് നോക്കിയാൽ നിങ്ങൾ കിട്ടും. ഇതാണ് അപ്പോൾ എന്ത് 3 ഇൻഡക്റ്റൻസ്. സോ നമുക്ക് പറയാൻ പറ്റും ഇൻഡക്റ്റൻസ് ഓഫ് എന്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻഡക്റ്റൻസ് ഓഫ് കണ്ടക്ടർ എ കണ്ടുപിടിച്ചു, ബി കണ്ടുപിടിച്ചു, സി കണ്ടുപിടിച്ചു. ഇനി ഇൻഡക്റ്റൻസ് ഓഫ് ഈച്ച് ലൈൻ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻഡക്റ്റൻസ് ഓഫ് ഈച്ച് ലൈൻ conductor is nothing but 1/3 into LA plus LB plus LC. ടോട്ടലിൻ്റെ 1/3 ആയിരിക്കും. അപ്പോൾ ഓൺ സോൾവിങ് നമ്മളത് ചെയ്യാൻ നിൽക്കുന്നില്ല. ഓൺ സോൾവിങ് യു വിൽ ഗെറ്റ് 1/2 plus 2 log 3 root d1 d2 d3 divided by r to the base e into 10 raised to minus 7 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഇതിനെ ഞാനൊന്നും കൂടി ചെറുതാക്കിയതാണ് 0.5 ഒന്നുകൂടി ഭംഗിയാക്കുക. 2 log 3 d1 d2 d3 by r to the base e into 10 raised to minus 7. This is the inductance of each line conductor. ഇനി നമ്മൾ ഇപ്പോൾ അൺസിമെട്രിക്കലിൻ്റെ ഇൻഡക്റ്റൻസ് ഓഫ് ഈച്ച് ലൈൻ കണ്ടക്ടർ കണ്ടുപിടിച്ചു. അതുപോലെ ഇൻഡക്റ്റൻസ് ഓഫ് ലൈൻ കണ്ടക്ടർ അല്ലെങ്കിൽ കണ്ടക്ടർ ഫോർ സിമെട്രിക്കൽ ഈച്ച് ലൈനിലും കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിലത്തെ വ്യത്യാസം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതാണ് ഇൻഡക്റ്റൻസ് ഓഫ് ഈച്ച് ലൈൻ കണ്ടക്ടർ. ഇതാണ് അതിനുള്ള ഇക്വേഷൻ. അതായത് 0.5 പ്ലസ് 2 log 3 root d1 d2 d3 by r to the base e into 10 raised to minus 7 h meter. ഇനി ഇൻഡക്റ്റൻസ് ഓഫ് ഈച്ച് ലൈൻ കണ്ടക്ടർ സിമെട്രിക്കലിൻ്റെ കേസിൽ എന്തായിരുന്നു? 0.5 പ്ലസ് 2 log d by r to the base e into 10 raised to minus 7. അപ്പോൾ ഇവിടെ ഉള്ള ആകെ ഒരു ഡിഫറൻസ് പറഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നത് ഈ ഒരു കേസിൽ വന്നത് 1 സെക്കൻഡ് ഞാൻ നിങ്ങൾക്ക് വേറെ കളർ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഈ ഡി ബൈ ആറിന് പകരം അവിടെ വരുന്നത് എന്താണ്? √3 എന്താണ് വരുന്നത്? √3 d1 d2 d3 ഡിവൈഡഡ് ബൈ ആർ അല്ലേ? ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഈ ഒരു ക്വാണ്ടിറ്റിയാണ് അവിടെ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോർ ദിസ് ക്വാണ്ടിറ്റി ഡി ദിസ് ഈസ് ഈക്വൽ. അപ്പോൾ സിമെട്രിക്കലിൻ്റെ കേസ് വരുമ്പോൾ ഡി ഈസ് ഈക്വൽ ടു √3 d1 d2 d3. അപ്പോൾ ഈ ഡിസ്റ്റൻസിൻ്റെ ഒരൊറ്റ ഇത് വെച്ചിട്ട് തന്നെയാണ് ആ സ്പേസിങ് വെച്ചിട്ട് ഡിസ്റ്റൻസ് ഈക്വൽ ലാറ്ററൽ ഡിസ്റ്റൻസിങ് വെച്ചിട്ട് തന്നെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 സെക്കൻഡ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ അൺസിമെട്രിക്കൽ സ്പേസ്ഡ് ട്രാൻസ്പോസ് ലൈനും മറ്റും കൂടി കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് കേസിലും കൂടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? രണ്ട് കേസിലും കൂടിയിട്ട് വ്യത്യാസം വരുന്നത് എന്താണ്? ഡി ഈസ് ഈക്വൽ ടു 3 root d1 d2 d3 എന്നുള്ളൊരു ക്വാണ്ടിറ്റിയാണ് വെച്ചിട്ടാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇത് നോക്കി വെക്കുക. ഇതാണ് ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട്. അപ്പോൾ ദ ഡിസ്റ്റൻസ് ഡി ഈസ് നോൺ ആസ് ഇക്വലാറ്ററൽ സ്പേസിങ് ഫോർ അൺസിമെട്രിക്കലി ട്രാൻസ്പോസ്ഡ് ലൈൻ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എഴുതി വെക്കാം. ദ ഡിസ്റ്റൻസ് ജസ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞ ഡിസ്റ്റൻസ് ഡി
ഈസ് നോൺ ആസ് എന്താണ് ഇക്വാലൻ്റ് ഇക്വിലാറ്ററൽ spacing for unsymmetrically transposed line. Okay. അപ്പോൾ നമ്മൾ സിമെട്രിക്കൽ സ്പേസിംഗ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, സിമെട്രിക്കൽ സ്പേസിംഗ് ആണെങ്കിൽ നമുക്ക് നോക്കിയാൽ പറയാൻ പറ്റും ഈ ഒരു ക്വാണ്ടിറ്റിക്ക് പകരം, അതായത് 3√D1 D3ക്ക് പകരം അവിടെ D ആണ്. അപ്പോൾ അവിടെ എന്താണ് ഈക്വലേറ്ററലി സ്പേസ്ഡ് ബിറ്റ്വീൻ വിത്ത് ഡിസ്റ്റൻസ് D ആണ്. ഇവിടെ അതിന് പകരം എന്താണ് ഓരോ ലൈനും ട്രാൻസ്പോസ് ചെയ്തിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. നിങ്ങൾ ലൈൻ കണ്ടില്ലേ, ഒരു ലൈൻ ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് വീണ്ടും ഇങ്ങനെ പോയി. അപ്പോൾ ആ ഇക്വി ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഈ പറയുന്നത്. ദ ഡിസ്റ്റൻസ് D ഈസ് നോൺ ആസ് ഇക്വലേറ്ററൽ സ്പേസിംഗ് ഫോർ അൺസിമെട്രിക്കലി ട്രാൻസ്പോസ് ലൈൻ. ഇനി നെക്സ്റ്റ് സെഷനിൽ നമുക്ക് GMD, അതായത് ജോമെട്രിക്കൽ മീൻ ഡിസ്റ്റൻസ്, അതായത് സെൽഫ് GMD ഉണ്ട്, മ്യൂച്വൽ GMD ഉണ്ട്. അതെന്താണെന്നുള്ളത് അടുത്തൊരു ഇതിൽ ചെറിയൊരു ക്ലാസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ സെൽഫ് GMD വെച്ചിട്ട് നമ്മൾ ഇൻഡക്റ്റൻസ് പെർ കണ്ടക്ടർ പെർ മീറ്റർ നമ്മൾ കാണും. അതേപോലെ മ്യൂച്വൽ GMD വെച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യും, അത് കാണും. അപ്പോൾ അത്രയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡക്റ്റൻസിൻ്റെ ഫുള്ള് കാര്യങ്ങളാവും. അപ്പോൾ ഡെറിവേഷൻ നമുക്കിത് വന്നു കഴിഞ്ഞാൽ ചെയ്യാം. ഓക്കെ.